ഹലോ ഗൈസ്, ആദ്യമായിട്ടാണ് ഫോൺ വോയിസിലൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ കുറച്ച് പേർക്കെങ്കിലും പരിചയമുണ്ടോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിജോയ് എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഏകദേശം നമ്മളിപ്പോൾ 2 വർഷത്തെ ഇതിൽ 1K സബ്സ്ക്രൈബർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ വേറൊന്നും പറയാനില്ല കൂടുതലായിട്ടും. നമുക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ട് ബോറടിക്കുകയും ചെയ്യും. കാരണം എനിക്ക് നല്ല രീതിയിൽ ബോറടിയൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കുക്കിംഗ് വീഡിയോ തന്നെ എടുക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അതിനുള്ള മൊബൈൽ സ്റ്റാൻഡുകളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ലൈറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അറബ് വീട്ടിലായതുകൊണ്ട് എനിക്ക് 24 ഹവറാണ് ഇവിടെ ഡ്യൂട്ടി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 1K സബ്സ്ക്രൈബർക്ക് ആകാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു ഗിവ് അവേ തന്നാലൊന്ന് ആലോചിക്കണം. ഞാൻ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഞാൻ മൊത്തത്തിൽ ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. ഏകദേശം ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ അത് ഗീവ് ആയിട്ട് തരാൻ വേണ്ടി നോക്കുള്ളൂ. ഇനി ഏകദേശം നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയാലും ഒരു 2 മാസം അടുപ്പിച്ച് കാണും. ഞാൻ ഉദ്ദേശിക്കുന്ന 2-3 ഐറ്റങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം. ഇതിൽ 3ത്തെ ഒരു ഐറ്റം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ചാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർപോഡ്. മൂന്നാമത്തെ ഞാൻ ആലോചിച്ചിട്ടില്ല. അത് ഒരെണ്ണം 2-3 കണ്ടു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടൊക്കെ ഞാൻ വഴിയെ പറയാം. ഏകദേശം ഇനിയിപ്പോൾ 2 മാസം സമയമുണ്ടല്ലോ. ഞാൻ അതെങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എന്തായാലും എന്തെങ്കിലും എന്നെക്കുറിച്ച് ഇവിടെ ചോദിക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ മെയിനായിട്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും. കാരണം അവരെ പേര് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിടുന്ന ലാസ്റ്റത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടാൽ മാത്രം മതി. അങ്ങനെയായിരിക്കും ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പം ആ മെൻഷൻ ചെയ്യുന്ന പേര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കും. ഏകദേശം ഞാൻ ഫസ്റ്റ് അടിക്കുന്ന ഒരാൾക്ക് 2 വാച്ച് വെച്ച് കൊടുക്കാനും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇത് കൂടുതലായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഞാൻ കൂടുതലായിട്ട് തീരുമാനിക്കുള്ളൂ. പിന്നെ എൻ്റെ ഒരു മൈക്ക് ഇരിപ്പുണ്ട്, അതും കൊടുത്താലൊന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ ഇവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്കാരി ഉള്ളതാണ്. പുള്ളിക്കാരിയുടെ അമ്മ എനിക്ക് ഫേസ് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിലാണ് അവരിവിടെ കുക്ക് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് മാക്സിമം കുക്കിങ്ങിൻ്റെ മാത്രം വീഡിയോസ് എടുക്കുന്നത്. എനിക്ക് പുറത്തോട്ട് പോകാൻ വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. കൂടുതലായിട്ട് എനിക്ക് പോകാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടകളിൽ മാത്രമേ. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഏകദേശം 3 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിർത്തിയിട്ടായിരിക്കും ചിലപ്പം പോകുന്നത്. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനും ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നാട്ടിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ സ്ഥലത്തിലെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ വീടുകൾ ഇതൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരാം. ഞാൻ ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഞാൻ പിന്നെയാണ് ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇനി ഏകദേശം 200-220 സബ്സ്ക്രൈബർ മതിയെന്ന് തോന്നുന്നു 1K അടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കതൊരു വലിയൊരു ഇതാണ്, അച്ചീവാണ്. കാരണം ഒന്നുമില്ലായ്മയെന്ന് ഞാൻ തുടങ്ങിയത് വെറും 3 വ്യൂസ് എന്നൊക്കെ തുടങ്ങിയതാണ്. 1K വ്യൂസൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, അയ്യോ ഇങ്ങനെ കിട്ടുമോ, നമ്മൾ വീഡിയോസൊക്കെ ആണെങ്കിലൊക്കെ കാണുമോ, ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. നമ്മൾ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ടാഗ് ചെയ്തേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. എൻ്റെ അത് നിങ്ങൾ മെസ്സേജ് അയക്കണമെങ്കിൽ ചോദിക്കണം, എന്ത് കാര്യങ്ങളാണെങ്കിൽ ചോദിക്കാം. പൈസ ഒഴിച്ച് അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങൾ ഞാൻ പോകുന്ന ടൈമിലൊക്കെ പുറത്തോട്ടൊക്കെ പോയി കാണിക്കാൻ വേണ്ടി പരമാവധി നോക്കാം. ഇനിയിപ്പോൾ ഞാൻ പുറത്ത് ഡ്യൂട്ടി എടുക്കുമ്പോൾ ഞാൻ മാക്സിമം കാണിക്കാൻ വേണ്ടി നോക്കാം. ചിലപ്പം ഇവിടെ എല്ലാവർക്കും വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും ഞാൻ ചിലപ്പം
ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞാൻ 2-3 മാസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, പുറത്ത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോയാലോ, 12 മണിക്കൂറുള്ള ഡ്യൂട്ടി എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ചിലപ്പോൾ നാട്ടിൽ ചെന്നിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ തീരുമാനിക്കുന്നത്. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, പിന്നെ അച്ഛൻ, അമ്മ, മൊത്തം നമ്മൾ 4 പേരാണ് കുടുംബത്തിലുള്ളവർ. നാട്ടിൽ പോകുന്ന നേരത്ത് ഇനി അവരെ എന്തായാലും നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരു ഡാം ഏരിയയിലാണ് നമ്മൾ താമസം. അതായത് നിങ്ങൾക്ക് നാട്ടിൽ പോകുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. പിന്നെ എടുത്ത് പറയാൻ വേണ്ടി ഒരു സുഹൃത്തുണ്ട്, അവൻ കാരണമാണ് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ തുടങ്ങിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവനെ നാട്ടിൽ ചെന്നിട്ട് കാണിക്കാം. നമ്മളിങ്ങനെ ഇത്ര എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യണമെന്ന് പറയുന്നതിൽ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കമൻറ്റ് ചെയ്യാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ വേണ്ടി നോക്കാം. എന്തെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നോക്കാം. അതൊരുപാട് കാണും, കാരണം ഒരേപോലത്തെ വീഡിയോസ് ആയതുകൊണ്ട് ഒരുപാട് എന്ത് തെറ്റ് പറയാനേ, എല്ലാം ഒരേപോലത്തെ വീഡിയോസ് അല്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും മഴക്കാലമൊക്കെ നാട്ടിൽ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോസ് വേണ്ടി ഞാൻ വീണ്ടും കാണും. ഇത് ലൈവൊന്നുമല്ല, സാധാ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളൊക്കെ പരിചയപ്പെടണമെന്നൊക്കെ കൊണ്ട് ഞാനിപ്പോൾ പയ്യെ വന്ന് ലൈവൊക്കെ ഇട്ടിട്ട് പരിചയപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാനിങ്ങോട്ട് എങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കണം അറിയണമെങ്കിൽ, അല്ല ഇവിടെ ജോബിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അറിയണമെങ്കിലും എൻ്റെ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ മതി. ഞാൻ അതനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ജോബുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി നോക്കാം. അപ്പം ഞാൻ എന്തായാലും ഒന്നും കൂടെ മെൻഷൻ ചെയ്തേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ആവശ്യമുള്ളവർ മാത്രം അയക്കാം. ഓക്കെ, മെസ്സേജ് അയച്ച് ചോദിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.